ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിലെ ഹൂ ഫ്ലൈസ് ദ കൈറ്റ് എന്നുള്ള ചാപ്റ്ററാണ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 4ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD4 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ് കേട്ടോ. ഹാവ് യു എവർ ട്രൈഡ് ടു ഫ്ലൈ എ കൈറ്റ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പട്ടം പറത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? വാട്ട് റിയലി മേക്സ് എ കൈറ്റ് ഫ്ലൈ? ഒരു പട്ടത്തെ ശരിക്കും അല്ലെങ്കിൽ പറക്കാൻ സഹായിക്കുന്നത് എന്താണ്? എന്താണ് മക്കളെ? ഒന്നുകിൽ നമ്മളായിരിക്കാം, പറപ്പിക്കുന്ന ആളായിരിക്കാം, അതല്ലെങ്കിൽ കാറ്റ്, അതിന്റെ നൂല്, വിങ്സ്, അതൊക്കെ ഉണ്ട് അല്ലേ? ഇറ്റ് ഈസ് ദ വിൻഡ് ഓർ ദ വിങ്സ് ഓർ ദ സ്ട്രിങ് ഓർ ദ പേഴ്സൺ ഹു ഫ്ലൈസ് ഇറ്റ്. എന്തൊക്കെയാണ് പട്ടം പറത്താനായിട്ട് സഹായിക്കുന്നത്? ഇറ്റ് ഈസ് ദ വിൻഡ്, കാറ്റ്, ഓർ ദ വിങ്സ്, പട്ടത്തിന്റെ വിങ്സ്, ചിറകുകള്, ഓർ ദ സ്ട്രിങ്, അതല്ലെങ്കിൽ നൂല്, ഓർ ദ പേഴ്സൺ ഹൂ ഫ്ലൈസ് ഇറ്റ്, അതല്ല ഈ പറത്തുന്ന ആളോ. ആരാണ് ശരിക്ക് പട്ടം പറത്താൻ സഹായിക്കുന്നത്? അല്ലെങ്കിൽ പട്ടം എന്തിന്റെ സഹായത്തോടെയാണ് പറക്കുന്നത്? റീഡ് ദ സ്റ്റോറി ആൻഡ് ഫൈൻഡ് ഔട്ട്. ഈ സ്റ്റോറി വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ നമുക്ക് സ്റ്റോറി വായിച്ചു നോക്കാം. നമുക്ക് എന്താണ് പടം തുടങ്ങുന്ന സമയത്ത് പിക്ചറിൽ കാണാൻ പറ്റുന്നത്? ഒരു ബോയ് ഉണ്ട്, പിന്നെ അതുപോലെ ഒരു മജീഷ്യൻ ആണോ ആരാണെന്ന് അറിയില്ല, മജീഷ്യനെ പോലെ ഉണ്ടല്ലേ കണ്ടിട്ട്. മറ്റൊരാളുണ്ട്, പിന്നെ അതുപോലെ കൈറ്റ് ഉണ്ട്. പിന്നെ കൈറ്റിന്റെ അടുത്തായിട്ട് കാണുന്നത് ആരാണ്? വിൻഡാണ്, കാറ്റാണ് കേട്ടോ. വെള്ള നിറത്തിൽ കാണുന്നത് എന്താണ്? വിൻഡാണ്. ഓൺ എ പ്ലസന്റ് എന്ന് വെച്ചാൽ സന്തോഷമുള്ള അല്ലെങ്കിൽ നല്ല ശുഭദിനത്തിലോ ഒരു നല്ല സന്തോഷം നിറഞ്ഞ ദിവസത്തിൽ ദ മേയർ ഓഫ് ദ ടൗൺ സ്ട്രോൾ ത്രൂ ദ പാർക്ക്. പട്ടണത്തിലുള്ള മേയർ, അതായത് അവിടെയുള്ള മേയർ എന്ന് പറയുമ്പോൾ അവിടെയുള്ള പരമാധികാരി, അധികാരം കൊണ്ടു നടക്കുന്ന ആള്, സ്ട്രോൾ ത്രൂ ദ പാർക്ക്, വെറുതെ ഇങ്ങനെ ഉലാത്തുന്നതിനെയാണ് നമ്മൾ സ്ട്രോളിംഗ് എന്ന് പറയാം. അപ്പൊ സ്ട്രോൾ ത്രൂ ദ പാർക്ക്, പാർക്കിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഹിസ് ഐസ് വൈഡൻ ആസ് ഹി സോ എ ബോയ് ഫ്ലൈയിങ് എ ബിഗ് കളർഫുൾ കൈറ്റ്. ഒരു വലിയ വർണ്ണാഭമായ പട്ടം പറത്തുന്നത്, ഒരു ആൺകുട്ടി പറത്തുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ വൈഡൻഡ് ആയി, വിടർന്നു, അതായത് കണ്ണുകളൊന്ന് വലുതായി. ദ കൈറ്റ് സോർഡ് ഹൈ ഡാൻസിങ് ഇൻ ദ ബ്രീസ്. ആ പട്ടം കാറ്റിൽ നൃത്തം ചെയ്തുകൊണ്ട് ഉയർന്നു പൊങ്ങി. വാവ്, ഹു മേഡ് ദ കൈറ്റ് ഫ്ലൈ സോ ഹൈ? അതെ, വാവ്, പട്ടം ഇത്ര ഉയരത്തിൽ പറത്താൻ ആരാണ് ഇതിനെ സഹായിച്ചത് എന്ന് മേയർ എന്ത് ചെയ്തു? മേയർക്ക് അത്ഭുതം തോന്നി. ദ മേയർ വാസ് ക്യൂരിയസ്. മേയർക്ക് കൗതുകം തോന്നി. ദ ബോയ് റിപ്ലൈഡ് വിത്ത് പ്രൈഡ്. ആ ആൺകുട്ടി അഭിമാനത്തോട് കൂടിയിട്ട് മേയറോട് മറുപടി പറഞ്ഞു. ഐ ഡിഡ് മിസ്റ്റർ മേയർ. ഞാനാണ് അതിനെ സഹായിച്ചത് മേയർ. ഐ മെയ്ഡ് ദ കൈറ്റ് മൈസെൽഫ്. ഞാൻ തന്നെയാണ് ഈ പട്ടം ഉണ്ടാക്കിയത്. ഐ പെയിന്റഡ് ഇറ്റ് ആൻഡ് ഐ ഫ്ലൈറ്റ്. ഞാൻ അതിന് പെയിന്റ് ചെയ്തു, നിറം കൊടുത്തു, ഞാൻ അതിനെ പറത്തി. Then the wind whispered softly. അത് കേട്ടപ്പോ കാറ്റ് പതുക്കെ മന്ത്രിച്ചു. എന്ത്? നോ, ഇറ്റ്സ് മീ. അല്ല, ഞാനാണ് പട്ടത്തെ പറക്കാൻ അനുവദിച്ചത്. ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ ഇൻ ടു ദ സ്കൈ. ഞാനാണ് പട്ടത്തെ ആകാശത്തേക്ക് ഉയർത്തിയത്. വിത്തൗട്ട് മീ ഇറ്റ് വുഡ് ഫോൾ ടു ദ ഗ്രൗണ്ട്. ഞാനില്ലെങ്കിൽ ആ പട്ടം നിലത്ത് വീഴുമായിരുന്നു. ദ കൈറ്റ്സ് ടെയിൽ ഫ്ലട്ടേർഡ് ആൻഡ് സെഡ്. ഇത് കേട്ടപ്പോ പട്ടത്തിന്റെ വാല് ഫ്ലട്ടർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ആടിക്കൊണ്ട് പറഞ്ഞു, വെയിറ്റ്, നിൽക്കൂ, അങ്ങനെയല്ല, ഐ ടു, ഞാനും പട്ടത്തെ പറക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഐ കീപ് ദ കൈറ്റ് സ്റ്റഡി. ഞാൻ പട്ടത്തെ സ്ഥിരമായി നിർത്തുന്നു, സ്റ്റഡി ആയിട്ട് നിർത്തുന്നു. അതായത് പട്ടത്തെ എന്താ പറയാ, ഇങ്ങനെ ആടിക്കുഴയാതെ ഒരു പട്ടത്തിന്റെ ഷേപ്പിൽ നിർത്തുന്നു. വിത്തൗട്ട് മീ ഇറ്റ് വുഡ് ക്രാഷ് ആൻഡ് ബ്രേക്ക്. ഞാനില്ലെങ്കിൽ അത് എവിടെയെങ്കിലും ഇടിച്ച് അത് ബ്രേക്ക് ആയി പോകും, പൊട്ടിപ്പോകും. ദ സ്ട്രിങ് ലുക്ക്ഡ് അറ്റ് എവ്രി വൺ ആൻഡ് സെഡ്. ഇത് കേട്ട് അതിന്റെ നൂല്, സ്ട്രിങ്, എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഹൗ വിൽ എ കൈറ്റ് ഫ്ലൈ? ഞാനില്ലാതെ ഒരു പട്ടം എങ്ങനെ പറക്കും? ശരിയാണല്ലേ, ഒരു നൂലില്ലാതെ പട്ടം പറക്കുമോ? ഇല്ല. ഐ മേക്ക് ഇറ്റ് സോർ ഹൈ. ഞാൻ അതിനെ ഉയരത്തിൽ പറക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഐ ഗൈഡ് ഇറ്റ് ആസ് ഇറ്റ് മൂവ്സ് ത്രൂ ദ സ്കൈ. അത് ആകാശത്തിലൂടെ പറക്കുന്ന സമയത്ത് ഞാൻ അതിനെ പിടിച്ച് നിയന്ത്രിക്കുന്നുണ്ട്. നൂല് അധികം അമിതമായിട്ട് പൊട്ടിപ്പോവാതെ അല്ലെങ്കിലും ബുദ്ധിമുട്ടുള്ള ഭാഗത്തിലേക്കൊന്നും പറക്കാൻ അനുവദിക്കാതെ ഞാൻ അതിനെ പിടിച്ചു നിർത്തുന്നുണ്ട്. ദ മേയർ ലിസൺ കെയർഫുള്ളി ടു എവ്രി വൺ. മേയർ എല്ലാവരും പറയുന്നത് ശ്രദ്ധയോടെ കേട്ടു. ഹി ആസ്ക്ഡ് തോട്ട്ഫുള്ളി. എന്നിട്ട് അദ്ദേഹം ഒന്ന് ചിന്താപൂർവം അവരോട് ചോദിച്ചു, ഹൂ റിയലി ഫ്ലൈസ് ദ കൈറ്റ്? അപ്പോ ശരിക്കും ആരാണ്, യഥാർത്ഥത്തിൽ ആരാണ് പട്ടം പറത്തുന്നത്? ദേ ഓൾ പോസ് ടു തിങ്ക്. അവരെല്ലാവരും ഒരു നിമിഷം ആലോചിച്ചു. Then the boy said gently, we all do it. അത് എന്നിട്ട് ഈ ആൺകുട്ടി പതുക്കെ പറഞ്ഞത്, we all do it. ഞങ്ങൾ എല്ലാവരും സഹായിക്കുന്നുണ്ട്. The kite flies because of our efforts. നമ്മളുടെ അധ്വാന ഫലമായിട്ടാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും അധ്വാന ഫലമായിട്ടാണ് ഒരു പട്ടം പറക്കുന്നത്.
The wind agreed and the tail nodded too. അത് കേട്ടപ്പോൾ കാറ്റ് സമ്മതിച്ചു, വാലും തലയാട്ടിക്കൊണ്ട് സമ്മതിച്ചു. വാലെന്ന് വെച്ച് പറയുമ്പോൾ പട്ടത്തിന്റെ വാല്, വിങ്സ്. ഓക്കെ. ദ സ്ട്രിങ് ഓൾസോ സ്മൈൽഡ് ആൻഡ് എഗ്രീഡ്. നൂലും, പട്ടത്തിന്റെ നൂലും ചിരിച്ചുകൊണ്ട് അത് സമ്മതിച്ചു. ദ കൈറ്റ് സ്റ്റാർട്ടഡ് ഡാൻസിങ് ഇൻ ദ എയർ. പട്ടം വായുവിൽ ഇങ്ങനെ നൃത്തം ചെയ്യാനായിട്ട് തുടങ്ങി. ദ മേയർ സ്മൈൽഡ് വാംലി. മേയർ വളരെ വാമായിട്ട് ഊഷ്മളമായിട്ട് ഒന്ന് ചിരിച്ചു. യു ആർ റൈറ്റ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ടുഗെദർ യു മേക്ക് ദ കൈറ്റ് ഫ്ലൈ ബ്യൂട്ടിഫുള്ളി. നിങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ഒരു പട്ടത്തെ മനോഹരമായി പറത്താനായിട്ട് സഹായിക്കുന്നത്. ദിസ് കൈറ്റ് ഈസ് എ സിംബൽ ഓഫ് യൂണിറ്റി. ഈ പട്ടം എന്ന് പറയുന്നത് നമ്മളുടെ യൂണിറ്റിയുടെ, നമ്മളുടെ ഐക്യത്തിന്റെ, നമ്മുടെ ഒരുമയുടെ പ്രതീകമാണ്. ഇഫ് യു വർക്ക് ടുഗെദർ വി ക്യാൻ അച്ചീവ് എനിത്തിങ്. നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് എന്തും അച്ചീവ് ചെയ്യാനായിട്ട്, നേടിയെടുക്കാനായിട്ട് സാധിക്കും. എവ്രി വൺ സ്മൈൽഡ്. എല്ലാവരും ചിരിച്ചു, പുഞ്ചിരിച്ചു. ടുഗെദർ വി ഫ്ലൈ ദ കൈറ്റ്. നമ്മൾ ഒരുമിച്ച് പട്ടത്തെ പറത്തുന്നു. ദേ ഷൗട്ടഡ് ചിയർഫുള്ളി. അവര് സന്തോഷത്തോടു കൂടിയിട്ട് വിളിച്ചു പറഞ്ഞു. ദ കൈറ്റ് കണ്ടിന്യൂ ടു സോ ഹൈ ഇൻ ദ സ്കൈ. പട്ടം ആകാശത്ത് ഉയർന്ന് ഉയർന്ന് പറന്നുയർന്നു. ഓക്കെ, മൈക്കൽ റോജേഴ്സ് എഴുതിയതാണ്. ഇനി നമുക്കിതിലെ ആക്ടിവിറ്റീസ് നോക്കാം. Activity 1. Here are the events of the story. Who flies the kite? They are in jumbled manner. Arrange them in the correct order. നമുക്കിവിടെ ഈ സ്റ്റോറിയിലെ ഹൂ ഫ്ലൈസ് ദ കൈറ്റ് എന്നുള്ള സ്റ്റോറിയിലെ കുറച്ച് ഇവന്റ്സ് തന്നിട്ടുണ്ട്. അത് ക്രമം തെറ്റിച്ചാണ് തന്നിട്ടുള്ളത്. അതിനെ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ നോക്കൂ. എ. ദ ബോയ് സെഡ് ഐ മേഡ് ദിസ് കൈറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്. ഞാനാണ് ഈ പട്ടം ഉണ്ടാക്കിയത്, ഞാനാണിത് പറത്തിയത് എന്ന് ആൺകുട്ടി പറഞ്ഞു. ദേ ഓൾ സ്മൈൽഡ് ആൻഡ് എഗ്രീഡ്. അവരെല്ലാവരും പുഞ്ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് വി വർക്ക് ടുഗെദർ ആസ് എ ടീം. നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, നമ്മൾ ഒരുമിച്ച് ഒരു കൂട്ടമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പട്ടം പറക്കുന്നത് എന്ന് എല്ലാവരും സമ്മതിച്ചു. സി. ദ കൈറ്റ്സ് ടെയിൽ സെഡ് ഐ കീപ് ദ കൈറ്റ് സ്റ്റഡി ഇൻ ദ എയർ. പട്ടത്തിന്റെ വാല് പറഞ്ഞു എന്ത്? ഞാൻ പട്ടത്തെ എയറിൽ സ്റ്റഡി ആയിട്ട് നിർത്തുന്നുണ്ട്. ഡി. ദ വിൻഡ് സോഫ്റ്റ്ലി വിസ്പേർഡ് ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ. വിൻഡ്, കാറ്റ് പതുക്കെ പറഞ്ഞു എന്ത്? ഞാൻ പട്ടത്തെ മുകളിലേക്ക് ഉയർത്തുന്നുണ്ട്. ഇ. ദ മേയർ സോ എ ബോയ് ഫ്ലൈയിങ് എ ബ്രൈറ്റ് ആൻഡ് കളർഫുൾ കൈറ്റ് ഇൻ ദ പാർക്ക്. മേയർ പാർക്കിൽ ഒരു ആൺകുട്ടി വളരെ നല്ല ഭംഗിയുള്ളതും കളർഫുൾ ആയിട്ടുള്ളതും മനോഹരമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു പട്ടം പറത്തുന്നത് കണ്ടു. അപ്പൊ നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം ഇത് ജംബിൾഡ് ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത്. നമുക്കിനി ഇത് കറക്റ്റ് ഓർഡറിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് നടന്ന ഇവന്റ് എന്താ മക്കളെ? ദ മേയർ സോ എ ബോയ് ഫ്ലൈയിങ് എ ബ്രൈറ്റ് ആൻഡ് കളർഫുൾ കൈറ്റ് ഇൻ ദ പാർക്ക്. ദ ബോയ് സെഡ് ഐ മേഡ് ദ കൈറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്. The wind softly whispered, I lift the kite high. The kite's tail said, I keep the kite steady in the air. They all smiled and agreed. The kite flies because we work together as a team. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. Activity 2. Picture story card. Look at the pictures given below. Some of the events are given. Write the events in the given space and add pictures wherever necessary. Give a suitable title. നമുക്കിവിടെ താഴെ ഒരു പിക്ചർ സ്റ്റോറിയുടെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വിട്ടുപോയ ഭാഗങ്ങൾ പിക്ചർ നോക്കിയിട്ട് അവിടെ എന്താണ് നടക്കുന്നതെന്ന് സ്റ്റോറി ആയിട്ട് എഴുതി കൊടുക്കണം. അതുപോലെ ചിലതിൽ നമുക്ക് സ്റ്റോറി തന്നിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പിക്ചർ വരച്ചു കൊടുക്കുകയും ചെയ്യാം. നമുക്ക് നോക്കൂ, ഫസ്റ്റ് നോക്കൂ. റെനി വാസ് ഫോണ്ട് ഓഫ് പ്ലാന്റ്സ്. റെനി എന്താണ്? പ്ലാന്റ്സിന് ഭയങ്കര ഇഷ്ടമാണ് അവന്. വൺ ഡേ ഹി ഗോട്ട് എ സാപ്ലിംഗ്. ഒരു ദിവസം അവനൊരു ചെടിയുടെ തൈ കിട്ടി. ഹി ഡിസൈഡഡ് ടു പ്ലാന്റ് എ സാപ്ലിംഗ് ഇൻ ദ ഓർച്ചാർഡ്. അവൻ അവന്റെ തോട്ടത്തിൽ ആ പ്ലാന്റ് നടാം എന്ന് തീരുമാനിച്ചു. സെക്കൻഡ് പിക്ചറിൽ എന്താണ്? റെനി പ്ലാന്റ് നടുന്നതാണല്ലേ. റെനി കെയർഫുള്ളി ഡഗ് എ ഹോൾ ഇൻ ദ ഗ്രൗണ്ട് ആൻഡ് പ്ലേസ് ദ സാപ്ലിംഗ് ഇൻ ഇറ്റ്. റെനി ശ്രദ്ധിച്ച് നിലത്തൊരു കുഴി കുഴിച്ചു, എന്നിട്ട് പ്ലാന്റിനെ അതിൽ വെച്ചു. ദെൻ മൂന്നാമത്തെ നോക്കൂ, അവന് വാട്ടറിങ് ചെയ്യുന്നതാണ്, പ്ലാന്റിനെ നനയ്ക്കുന്നതാണ്. അത് കണ്ട് ഒരുപാട് ആനിമൽസ് അവിടെ നോക്കുന്നതുണ്ട് അല്ലേ. ഹി ദെൻ കവേർഡ് ദ റൂട്ട്സ് വിത്ത് സോയിൽ ആൻഡ് വാട്ടർഡ് ദ യങ് പ്ലാന്റ്. അവന് ആ പ്ലാന്റിന്റെ, ആ സാപ്ലിങ്ങിന്റെ വേരുകളൊക്കെ മണ്ണിൽ ശരിക്കും പുതച്ച് അതിന് വെള്ളം നനച്ചു കൊടുത്തു. എ റാബിറ്റ്, എ ഫോക്സ്, എ മങ്കി, എ ജിറാഫ് ആൻഡ് എ ബേർഡ് ആർ വാച്ചിങ് റെനി ക്യൂരിയസ്ലി. ഈ ഒരു റാബിറ്റും ഫോക്സും മങ്കിയും ജിറാഫും ഒരു ബേർഡും ഒക്കെ റെനി എന്താ ചെയ്യുന്നത് എന്ന ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. ദെൻ ഫോർത്ത് പിക്ചറിൽ അവരെല്ലാവരും റെനിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ. ഓൾ അനിമൽസ് ഹെൽപ്ഡ് റെനി ടു ടേക്ക് കെയർ ദ പ്ലാന്റ്. ആ പ്ലാന്റിനെ നല്ലതുപോലെ നോക്കാനായിട്ട് എല്ലാ ആനിമൽസും അവനെ സഹായിക്കുന്നു. ഓവർ ടൈം റെനി കണ്ടിന്യൂ ടു കെയർ ഫോർ ഹിസ് പ്ലാൻ. അങ്ങനെ ഒരുപാട് ദിവസം അവൻ എന്ത് ചെയ്യുന്നു? ആ പ്ലാന്റിനെ വളരെയധികം ശ്രദ്ധാപൂർവം നോക്കിപ്പോരുന്നു.
നെക്സ്റ്റ് പിക്ചർ നോക്കൂ, എന്താണ് അതിൽ ഫ്രൂട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പൊ എന്ത് എഴുതാം? ദ പ്ലാന്റ് ഗ്രൂ ഇൻ ടു സ്ട്രോങ് ഹെൽത്തി ട്രീ പ്രൊവൈഡിങ് ഷെയ്ഡ് ആൻഡ് ഫ്രൂട്ട്. ആ പ്ലാന്റ് വളരെ വലിയൊരു മരമായിട്ട് വളർന്നു, അത് അവർക്ക് തണലും അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു, കൊടുത്തു. ഇനി നമുക്ക് അവിടെ തന്നിട്ടുണ്ട് വൺ ഡേ എ മംഗൂസ് കെയിം ദർ. ഒരു ദിവസം ഒരു മംഗൂസ് എന്ന് വെച്ചാൽ കീരി. ഓക്കെ, കീരി അവിടെ വന്നു. ഇറ്റ് ബിഗാൻ ടു മേക്ക് എ ബറോ അണ്ടർ ദ ട്രീ. അത് ആ മരത്തിന് താഴെയായിട്ട് ഒരു മാളം ഉണ്ടാക്കാനായിട്ട് നോക്കി. ദ മങ്കി സോ ഇറ്റ്. ആ മങ്കി അത് കണ്ടു. ഹി ഇൻഫോംഡ് ഹിസ് ഫ്രണ്ട്സ്. അവന്റെ എല്ലാ ഫ്രണ്ട്സിനെയും വിവരം അറിയിച്ചു. നെക്സ്റ്റ് പിക്ചറിൽ ആ ആനിമൽസ് എല്ലാവരും ഒരുമിച്ച് വരുന്നതാണ് കാണുന്നത്. വെൻ ഓൾ ദ ആനിമൽസ് ഹെഡ് ദ ന്യൂസ് ദ കെയിം റണ്ണിങ് ടു ദ ട്രീ. എല്ലാ മൃഗങ്ങളും ഈ വാർത്ത കേട്ടപ്പോൾ ആ മരത്തിനടുത്തേക്ക് ഓടി വന്നു. സീയിങ് ദിസ് ദ മംഗൂസ് വാസ് സ്കെയർഡ് ആൻഡ് ഹി റാൻ അവേ. ഇത് കണ്ടപ്പോൾ ആ മംഗൂസ് ആകെ പേടിച്ചു, അവൻ അവിടെ നിന്ന് ഓടിപ്പോയി. ഫൈനലി ഓൾ ദ ആനിമൽസ് ടുഗെദർ ഡ്രോവ് ദ മംഗൂസ് അവേ. എല്ലാ മൃഗങ്ങളും കൂടിയിട്ട് ആ മംഗൂസിനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. അപ്പൊ നിങ്ങൾക്ക് അവിടെ പിക്ചർ വരച്ചു കൊടുക്കാം, ആനിമൽസ് മംഗൂസിനെ ഓടിച്ചു വിടുന്നത്. ഓക്കെ, അപ്പോൾ എഴുതി കൊടുക്കാനുള്ളടത്ത് എഴുതി കൊടുക്കുക, പിക്ചർ വരയ്ക്കാനുള്ളടത്ത് ഞാൻ ടിക്ക് ഇട്ടിട്ടുണ്ട്, അവിടെ നിങ്ങൾ പിക്ചർ വരച്ചു കൊടുക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ, കൈറ്റ്സ്. മേക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കൈറ്റ്സ് യൂസിങ് കളർ പേപ്പർ. റൈറ്റ് മെസ്സേജസ് അബൌട്ട് യൂണിറ്റി ആൻഡ് ടീം വർക്ക് ഓൺ ദം. എക്സാമ്പിൾ യൂണിസൺ ഇൻ സ്ട്രെങ്ത്. ഓർഗനൈസ് എ കൈറ്റ് ഫ്ലൈയിങ് കോമ്പറ്റീഷൻ ഇൻ യുവർ സ്കൂൾ. അപ്പൊ നിങ്ങളോട് കുറച്ച് പട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് യൂണിറ്റിയെ കുറിച്ച് കുറച്ച് പോസ്റ്റേഴ്സ് ഒക്കെ എഴുതിയിട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് സ്കൂളിൽ ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റിയാണ്. പിന്നെ അതുപോലെ ക്രാഫ്റ്റ് കോർണർ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. ദ ആൻഡ്സ് ആർ മെയ്ഡ് വിത്ത് ഡിഫറെന്റ് മെറ്റീരിയൽസ്. ലെറ്റ്സ് മേക്ക് അവർ ഓൺ ആൻഡ്സ്. താഴെ നമുക്ക് വിവിധ തരത്തിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ഉറുമ്പുകളെ ഉണ്ടാക്കിയ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടമുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ഉറുമ്പുകൾ ഉണ്ടാക്കുക. ആഫ്റ്റർ മേക്കിംഗ് യുവർ ആൻഡ്സ് റൈറ്റ് ദ ഡീറ്റെയിൽസ് ബിലോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഉണ്ടാക്കിയ ശേഷം അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് വെച്ചിട്ടാണോ ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് പൈപ്പ് ക്ലീനറും അതുപോലെ പോംപോൺസും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ, ആൻഡ്സ് യൂസിങ് പൈപ്പ് ക്ലീനർ ആൻഡ് പോംപോംസ് എന്ന്. എന്നിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ഞാൻ എഴുതി തരാം. നോക്കൂ, ഐ മെയ്ഡ് മൈ ആൻഡ് വിത്ത് പൈപ്പ് ക്ലീനർ ആൻഡ് പോംപോംസ്. ഇറ്റ്സ് കളർ ഈസ് ബ്ലാക്ക് ആൻഡ് റെഡ്. നിങ്ങൾ എടുത്ത കളർ ഏതാണോ അതേ എഴുതാൻ പാടുള്ളൂ കേട്ടോ. മൈ ആൻഡ് ഹാസ് 6 legs. ഐ നെയ്മഡ് മൈ ആൻഡ് ആന്റണി. ഐ വുഡ് ലൈക്ക് ടു പ്ലേസ് മൈ ആൻഡ് ഇൻ ദ ഗാർഡൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ചെയ്യാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത ആക്ടിവിറ്റീസും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ മക്കളെ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്